ഓം സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാം. പത്മപത്ര വിശാലാക്ഷി പത്മകേസരവർണിനി നിത്യം പത്മാലയാം ദേവി സാമാം പാതു സരസ്വതീ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മലയാള മാസ ഫലമാണ്. കൊല്ലവർഷം 1201 ആണ്ട് ഇടവമാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം. 2026 മെയ് മാസം 15-ാം തീയതി മുതൽ ജൂൺ മാസം 14-ാം തീയതി വരെയാണ് ആ ഒരു മാസം ഉള്ളത്. ഈ ഒരു ഇടവ മാസത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഫലങ്ങൾ പറയുന്നത്. അത് 2.25 നക്ഷത്രം വീതം 12 രാശികളിലായിട്ട് ദൈവാധീനവും അതുപോലെ തന്നെ ഭാഗ്യാവസ്ഥകളും ഉയർച്ചകളും പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കുവാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഒരുപോലെ വിജയങ്ങൾ തന്നെയല്ലല്ലോ. ചില സന്ദർഭങ്ങളിലെങ്കിലും ഗ്രഹങ്ങളുടെ അനിഷ്ടാവസ്ഥകൾ കൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാകാം. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെയുള്ള പ്രതിസന്ധികൾ, വിജയങ്ങൾ എന്നിവ പ്രത്യേകം വിചിന്തനം ചെയ്യുകയാണ്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു ഇടവമാസം വളരെയധികം വിജയങ്ങൾ കൊണ്ടുതരുന്ന ഒരു മാസമാണ്. രാശിയിൽ തന്നെ രാശ്യാധിപൻ നിൽക്കുന്നു എന്നുള്ളതും ഭാഗ്യാധിപനായിരിക്കുന്ന 5-ാം ഭാവാധിപനായിരിക്കുന്ന ആദിത്യൻ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും, കീർത്തിയും പദവിയും വന്നു ചേരും. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരും. എന്നാൽ സംസാരം വളരെ ശ്രദ്ധിക്കണം. ചെറിയ കാര്യങ്ങളെ ചൊല്ലി ഉണ്ടാകുന്ന വാക്കുതർക്കങ്ങൾ മറ്റുള്ളവരെ ശത്രുക്കളായിട്ട് മാറ്റുന്നതിനും മനസ്സ് വേദനിപ്പിക്കുന്നതിനും കുടുംബത്തും സമൂഹത്തിലും തൊഴിൽ രംഗത്തും അത് വളരെയധികം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അലസത വന്നു വരുന്നതിനോ ഒക്കെ സൂചനയുള്ളതിനാൽ പഠന കാര്യത്തിൽ അലസത വെടിഞ്ഞ് കൂടുതൽ സമയം പഠനത്തിനായിട്ട് മാറ്റിവെച്ച് വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നുചേരും. സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർക്കും വിജയപ്രദം. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി. ഇടവം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ഭാഗ്യാവസ്ഥകളും ദൈവാധീനവും ഒക്കെ ഈ മാസം വന്നു ചെയ്യും. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അത് ധനസ്ഥാനത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ രാശിയിൽ നിൽക്കുന്നത് കേന്ദ്രാധിപത്യ ശുഭത്വമുള്ള 5-ാം ഭാവാധിപത്യം ഉള്ള ബുധനോട് യോഗം ചെയ്ത് ആദിത്യനും ബുധനും കൂടി ഇടവം രാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ അധികം നല്ലതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പഴവർഗ്ഗങ്ങളൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ധാരാളം വെള്ളം കുടിക്കുന്നതും കൃത്യസമയത്ത് ദിനചര്യകൾ ഉറക്കമായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചെയ്യും. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ്. തൊഴിൽപരമായ അലസതയും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും സ്വന്തം നാട് വിട്ടു നിൽക്കുന്ന തൊഴിൽപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വിജയങ്ങൾ വന്നു ചെയ്യും. സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ പാസ്സായി പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുവാൻ നല്ല അനുകൂലമായിരിക്കുന്ന സമയം. നല്ല ഒരു മേലധികാരികളിൽ നിന്ന് ചില അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുവാൻ ഈ മാസം യോഗമുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത്
വിജയിപ്പിക്കുവാൻ അനുകൂലമായിരിക്കുന്ന സമയമാണ്. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതുമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ടും സാധിക്കും. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിന്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. അതായത് രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ധനസ്ഥാനമായ 2-ാം ഭാവത്തിൽ കർക്കിടകത്തിലേക്ക് ഉച്ചനായിട്ട് മാറുന്നു. ജന്മത്തിൽ തന്നെ നിൽക്കുമ്പോഴും വളരെ നല്ലതാണ്. പൂർണ്ണമായ ദൈവാധീനമുണ്ട്. 11-ാം ഭാവത്തിൽ ഭൂമിയുടെ കാരകനായിരിക്കുന്ന ആ ചൊവ്വായും കൂടി സ്ഥിതി ചെയ്യുമ്പോൾ വളരെ അധികം നേട്ടങ്ങളാണ് വന്നു ചേരുക. അതായത് ആരോഗ്യം തൃപ്തികരമായിരിക്കും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തി സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സഹായങ്ങൾ ലഭിക്കുകയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇടപാടുകാരുമായി ബന്ധപ്പെട്ട് ഒക്കെ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും അനൈക്യതകൾ ഉണ്ടാകാതെയും വളരെയധികം ശ്രദ്ധിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ രംഗത്ത് അലസത വന്നുപെടാതെ ശ്രദ്ധിക്കണം. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിൽ എപ്പോഴും ജാഗരൂകമായിരിക്കണം. മറ്റുള്ളവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് അവർ ചെയ്തുകൊള്ളും എന്ന് വിചാരിച്ചാൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. ഭൂമിയൊക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രദ്ധിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. എല്ലാവർക്കും ഭൂമി വന്നു ചേരുമോ എന്ന് ചോദിച്ച് കമൻറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കഷ്ടതകളൊക്കെ മാറി ഒരു വിജയത്തിലേക്ക് ആരംഭിക്കുന്ന ഒരു മാസമാണ്. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്ത് വളരെയധികം ശോകവും താപവും വ്യയവും കടങ്ങളും ഒക്കെ കയറി തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ഉച്ചരാശി സ്ഥിതി കൊണ്ട് സ്വന്തം രാശിയിലേക്ക് വരികയാണ്, കർക്കിടകത്തിലേക്ക്. അത് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടെത്തും. വിജയപ്രദമാണ്. ആരോഗ്യം ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി ആരോഗ്യം വീണ്ടെടുക്കുവാനും ചികിത്സകൾ ഫലിക്കുവാനും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുവാനും ഭൂമി വന്നു ചേരുവാനും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ വാഹനം വന്നു ചേരുന്നതിനോ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ സാധ്യതയുണ്ട്. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതുമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അപ്രതീക്ഷിതമായ സ്ഥാനമാനങ്ങൾ വന്നു ചേരുക. അത് മിലിറ്ററിക്കാരെ, പോലീസ് ഓഫീസേഴ്സ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ, ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോടുകൂടിയ ജോലിയിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരും. സ്ഥാനമാനങ്ങളും വന്നു ചേരും. അങ്ങനെയാണ് ആ രാജയോഗകാരകനായിരിക്കുന്ന ചൊവ്വ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ മേടം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഇടവം രാശിയിൽ അവിടെ അധികാരത്തിൻ്റെ ഗ്രഹവും ബുധനും ഒക്കെ ഉണ്ടല്ലോ. എല്ലാം കൊണ്ടും നല്ല വിജയങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് ഇടവം മാസം കർക്കിടകം രാശിക്കാർ. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വ്യാഴം 11-ാം ഭാവമായ മിഥുനം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പല വിധത്തിലുമുള്ള അഭിവൃദ്ധികൾ വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നു ചേരുമെങ്കിലും അപകീർത്തികളും മാനാപമാനങ്ങളും ഉണ്ടാകാതെ വളരെ ജാഗ്രത പാലിക്കണം. അതായത് രാശിയിൽ കേതുവാണ് സ്ഥിതി ചെയ്യുന്ന, സപ്തമത്തിൽ രാഹുവും. അപ്പോൾ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പല വിധത്തിലുള്ള കിംവദന്തികളൊക്കെ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഒക്കെ ഉണ്ടാകുക വഴിയൊക്കെ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ, അനൈക്യതകൾ, കോടതി കയറുക, പോലീസ് സ്റ്റേഷൻ കയറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർ തന്നെ ധാരാളമുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ ജാഗ്രത പാലിക്കുക. വളരെ ശ്രദ്ധ വേണം, ക്ഷമ വേണം, വിട്ടുവീഴ്ച വേണം. തോറ്റുപോയി എന്ന് തോന്നും, അത് വിജയമാണ് എന്ന് കരുതി ക്ഷമിക്കുക. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. പരീക്ഷയ്ക്ക് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ചിങ്ങം രാശിക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ദൈവാധീനമുണ്ടല്ലോ. ദമ്പതികളായിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അധികാരത്തോടു കൂടിയ ജോലി,
പ്രൊമോഷൻ വന്നു ചേരുന്നതിനോ പുതിയ ജോലി ലഭിക്കുന്നതിനോ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കൊക്കെ പുതിയ ജോലി പ്രവേശിക്കുവാൻ വേണ്ടി ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുവാൻ കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ അപേക്ഷയൊക്കെ അയക്കേണ്ട സമയമായിരിക്കുന്നവർ അതിന് താമസിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നല്ല സമയമാണ്. നല്ല അധികാരത്തോടു കൂടിയ നല്ല ഒരു ജോലി കിട്ടുവാനൊക്കെ യോഗമുണ്ട്. അത് സ്വന്തം നാട് വിട്ടും നല്ല വിജയപ്രദമാണ്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം അഭിവൃദ്ധികളുള്ള ഒരു സമയമാണ്. അതായത് രാശിയാധിപനായിരിക്കുന്ന ബുധൻ 9ാം ഭാവത്തിൽ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുമ്പോൾ തൊഴിൽ സ്ഥാനമായ 10ാം ഭാവത്തിൽ ശുക്രനാണ് സ്ഥിതി ചെയ്യുന്നത്. അത് പരിവർത്തന മഹായോഗമാണ്. സ്വന്തം നാട് വിട്ടൊക്കെ പോകുവാൻ പൂർണ്ണമായ അവസരം, നല്ല സാധ്യതകൾ തെളിഞ്ഞു വരുന്ന അപ്രതീക്ഷിതമായ ഭാഗ്യമുള്ള ഒരു സമയമാണ്. വിജയങ്ങൾ കൃത്യമായിട്ടും വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും ഈ കന്നി രാശിക്കാര് പലതരത്തിലും നേരുകേടും, അതുപോലെ തന്നെ വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ പറ്റാതെയൊക്കെ വിഷമിച്ച് നിൽക്കുന്നവർക്ക് അതിനൊക്കെ മാറ്റം വന്ന് ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനും, വിവാഹം കഴിക്കുന്നവർക്ക് വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ സാധ്യതയുള്ള ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു വ്യാഴത്തിൻ്റെ ആനുകൂല്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു മാസമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ്. കുടുംബത്ത് സമാധാനവും സന്തോഷവുമുള്ള കാലമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും വിജയങ്ങളൊക്കെ വന്നു ചേരാൻ പോകുന്നു. ടെസ്റ്റുകളൊക്കെ എഴുതി ഇതിനു മുൻപ് പല പ്രാവശ്യം എഴുതി തോറ്റുപോയവർ ഈ മാസം എഴുതിയാൽ വിജയിക്കുന്നതിന് പൂർണ്ണമായ ഒരു ദൈവാധീനമുണ്ട്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം ദൈവാധീനവും ഭാഗ്യവും. രാശിയുടെ അധിപൻ 9ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു. ഭാഗ്യഭാവമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരുക. കലാകാരന്മാരായിരിക്കുന്നവർക്ക് അനുഗ്രഹമുള്ള കാലം. രോഗാവസ്ഥകളൊക്കെ ഉള്ളവരാണ് എങ്കിൽ പോലും അതൊക്കെ മാറുന്നതിനും ഒക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ ഉണ്ടാകാം. പ്രണയിക്കുന്നവർക്ക് പ്രണയ ഭംഗമുണ്ടാകുന്നതിനും അതുവഴി അപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു ചേരുന്നതിനും, മനസ്സിൽ ആഗ്രഹിച്ച കാര്യത്തിന് അത്ര സുഖവുമല്ലാത്ത ചില വാർത്തകൾ കേൾക്കുന്നതിനുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സൂചനയുണ്ട്. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും പൊതുവെ നല്ലതാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അങ്ങേയറ്റം ആവശ്യമുള്ള കാലം. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുവാനൊക്കെ യോഗമുള്ള ദൈവാധീനമുള്ള നല്ല സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവരും ആരംഭിച്ചോളൂ. ഏറ്റവും ഉത്തമമായ സമയം. കടങ്ങളൊക്കെ വീടി വരുന്നതുമാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ പ്രതീക്ഷയുടെ, അല്ലെങ്കിൽ വളരെയധികം വിജയത്തിൻ്റെ ഒരു പുതിയ വെളിച്ചം കണ്ടു തുടങ്ങുന്ന ഒരു മാസമാണ്. വളരെയധികം കഷ്ടതകൾ, നഷ്ടങ്ങളിലും താപങ്ങളിലും വ്യയങ്ങളിലും മാനാപമാനങ്ങളിലോ അവിഖ്യാതികളിലോ വളരെ ദുഃഖിച്ചു കഴിയുന്ന ഈ വൃശ്ചികം രാശിക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനം വർദ്ധിക്കുന്ന ഒരു മാസമാണ് ഇടവമാസം. കൂടാതെ രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയുടെ സ്ഥിതി കൊണ്ടും, അതുപോലെ തന്നെ 11ാം ഭാവാധിപൻ്റെ സ്ഥിതി കൊണ്ടും 10ാം ഭാവാധിപൻ്റെ സ്ഥിതി കൊണ്ടും ഒക്കെ നല്ലതാണ്. വിദേശത്ത് പോകുവാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടും. അതുപോലെ തന്നെ ശത്രുക്കൾ പോലും കുറച്ചൊക്കെ വിട്ടുവീഴ്ചയോടുകൂടി സൗഹൃദം സ്ഥാപിക്കുവാൻ വന്നു ചേരുന്നതിന് സൂചനയുണ്ട്. കുടുംബത്തെ സമാധാനത്തിനായിട്ട് വളരെയധികം ക്ഷമ ആവശ്യമാണ്. ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യാ അലസത വന്നുപെടുന്നതിനോ വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനോ സൂചനയുണ്ട്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനായിട്ട് ശ്രമിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ്. കടങ്ങളൊക്കെ വീടുവാനും യോഗം. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം ദൈവാധീനമുണ്ട്, ഭാഗ്യവുമുണ്ട്. രാശിയുടെ അധിപൻ്റെ സ്ഥിതി അനുസരിച്ച്. അതുപോലെ തന്നെ 5ാം ഭാവം ത്രികോണ ഭാവമാണ്. അവിടെ സ്വക്ഷേത്ര ബലവാനായിട്ട്
ചൊവ്വ സ്ഥിതി ചെയ്യുന്നു, സപ്തമത്തിൽ ശുക്രൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. കലാകാരന്മാരായിരിക്കുന്നവർക്കും കലയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. പല രീതിയിലുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട്. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടുമൊക്കെ വളരെ നല്ല അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ഭൂമി വന്നു ചേരുന്നതിനും യോഗമുണ്ട്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കഷ്ടതകളിൽ നിന്നൊക്കെ ഒരു മുക്തി നേടി പുതിയ ഒരു വഴിത്തിരിവുണ്ടാകുന്ന ഒരു മാസമാണ്. അതായത് രാശിയുടെ അധിപൻ ആയിരിക്കുന്ന ശനിയുടെ സ്ഥിതി കൊണ്ടും മറ്റ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ചൊവ്വയുടെയും അതുപോലെ തന്നെ ബുധൻ്റെയും ആദിത്യൻ്റെയും ഒക്കെ സ്ഥിതി വളരെ അനുകൂലമാണ്. ശുക്രൻ്റെയും ഒക്കെ ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായി. എന്നിരുന്നാലും ഭക്ഷണ കാര്യങ്ങളിലുമൊക്കെ മെഡിസിൻ കഴിക്കുന്ന കാര്യത്തിലും പ്രായമായവരും കൊച്ചുകുട്ടികളുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. ശുചിത്വമൊക്കെ പാലിക്കണം. കൃത്യനിഷ്ഠയും ജീവിതചര്യയ്ക്ക് ആവശ്യമാണ്. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും സഹായത്തിന് ഉണ്ടാകും. ദേഷ്യമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. കുടുംബത്ത് വളരെ ഐക്യമുണ്ടാകുന്നതിന് സൂചനയുണ്ട്. അതുപോലെ തന്നെ ഒരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിരിക്കും. സാഹിത്യകാരന്മാർക്കും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാമുകൾ, കോമഡി ആയിട്ടുള്ള പ്രോഗ്രാമുകളോ മറ്റ് സാഹിത്യവുമായി ബന്ധപ്പെട്ടോ കലയുമായി ബന്ധപ്പെട്ടോ സംഗീതജ്ഞർ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വിജയം വന്നു ചേരുവാൻ യോഗമുണ്ട്. അത് ഉപകരണ സംഗീതമായാലും വോക്കലായാലും ഗായകർക്കും പ്രസംഗികർക്കും ഒക്കെ നല്ലതാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. വ്യാപാര വിപണന രംഗങ്ങളിലൊക്കെ നിൽക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. എന്നിരുന്നാലും ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര തൃപ്തികരമായിരിക്കുന്ന ഒരു സമയമല്ല. വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അനിവാര്യമാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് രാശിയിൽ രാഹു നിൽക്കുന്നു, 2-ൽ ശനിയാണ്, സപ്തമത്തിൽ കേതു. അങ്ങനെ നോക്കുമ്പോൾ പല വിധത്തിലും പല കാര്യങ്ങൾക്കും ഉദ്ദേശരീതിയിൽ പ്രതീക്ഷ പോലെ നടക്കാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതിനായിട്ട് ഏറ്റവും പ്രധാനം അധികം ആഗ്രഹിച്ചാൽ, അധിക പ്രയത്നിച്ചാൽ ഒരു പരിധി വരെയൊക്കെ അതിന് വേണ്ട പ്രൊട്ടക്ഷൻ, അതായത് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക, നല്ല അധ്യാപകരെ തിരഞ്ഞെടുക്കുക, ഉള്ളവരെ തന്നെയൊക്കെ ആണെങ്കിലും പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി കൂടെ നിർത്തുക. ജീവിത പങ്കാളിയെ ആണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലൊക്കെ അധിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. ഇതുവരെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു നിന്നു എന്നൊക്കെ പറഞ്ഞ് ചാടി പൊട്ടി പുറപ്പെട്ട് പിണക്കം വർദ്ധിപ്പിക്കാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഈ ഇടവമാസം. വളരെ ശ്രദ്ധിക്കുക. ക്ഷമയും വിട്ടുവീഴ്ചയും അങ്ങേയറ്റം ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്കും തൊഴിൽ രംഗത്തുമായി ബന്ധപ്പെട്ട് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം പ്രസിദ്ധി സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുവാനും യോഗമുണ്ട്. മീനം രാശിക്കാരായിരിക്കുന്ന പൂറ്റാതി 4-ാം പാദവും തൃട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ഏഴരശനി അനുഭവിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് ആരോടും പറയേണ്ടതില്ല ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും പട്ടിക. എങ്കിലും ദൈവാധീനമുള്ളതിനാൽ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും പൊതുവെ സന്തോഷകരമായിട്ടും എന്നാൽ വളരെ പൊതുവെ സംതൃപ്തകരമായിട്ടും ഒക്കെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അതിന് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഘടകമാണ്. രണ്ടാമത്തെ ഘടകം നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്ത് കൂടെ നിർത്തുക. ബന്ധുക്കളായാലും മറ്റ് സുഹൃത്തുക്കളൊക്കെ ആയാലും, അത് ഇടപാടുകാരായാലും, തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള ശത്രുക്കൾ വർദ്ധിക്കുന്നതിനോ ഇടപാടുകളൊക്കെ വളരെ മോശമായിട്ട് വ്യാപാര വിപണനവും മറ്റ് ഷെയർ മാർക്കറ്റിങ്ങുകളോ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങളോ ജോലി ചെയ്യുന്നവരാണേലും ഒക്കെ പ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഒക്കെ നിസ്സഹകരണമൊക്കെ സൂചകമായിരിക്കുന്ന ഈ കാലം
വളരെയധികം ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി വന്നു ചേരുന്ന ധനം ചിലവഴിക്കുന്ന കാര്യത്തിലും ഒക്കെ ശ്രദ്ധയുണ്ടായാൽ അധിക ക്ലേശങ്ങൾ കൂടാതെ കടന്നു പോകുവാൻ ഇടവമാസം സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങളൊക്കെ വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്കും മെച്ചപ്പെട്ട ഒരു സമയം. ദേഷ്യമൊക്കെ നിയന്ത്രിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായി. തൊഴിൽ രംഗത്ത് വളരെയധികം ജാഗ്രതയും അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാതെ സ്വയം തന്നെ അതൊക്കെ ചെയ്ത് വിജയത്തിലെത്തിക്കുവാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രം ഏതാണ് അവിടെ പോയി പ്രാർത്ഥിക്കുകയും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ഐശ്വര്യപ്രദമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ എൻ്റെ ഫോൺ നമ്പർ താഴെ ചേർക്കുന്നുണ്ട്. നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.